തന്നെക്കുറിച്ച് വരുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിച്ച് രേണുസുതി. രേണു അബോർഷൻ ചെയ്തു എന്ന് ഹനാൻ ആരോപിക്കുന്ന പഴയ ശബ്ദരേഖ വീണ്ടും പ്രചരിക്കുന്നുണ്ടെങ്കിലും സത്യമുണ്ടെങ്കിൽ തെളിയിക്കണമെന്നും രേണു വെല്ലുവിളിച്ചു. ഹനാൻ പറഞ്ഞ കഥകൾ വീണ്ടും വോയിസായി പോകുന്നുണ്ട്. പലരും അതിരുന്നുമുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലോകത്തിലെ ഞാൻ മാത്രമാണ് അങ്ങനെ ചെയ്തൊരു പെണ്ണ്. പ്രതികരിക്കേണ്ടെന്ന് കരുതിയതാണ്. അല്ലാത്തവരോടൊക്കെ അവൾ ചാടുന്നുണ്ടല്ലോ, ഇത് സത്യമാണ് എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. നിന്നെയൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ പിന്നെയും കുത്തിപ്പൊക്കി എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനും? എന്തായാലും ദിവ്യമായി ഉണ്ടാകില്ലല്ലോ, അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ കൊണ്ടുവാ. എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യ്. അല്ലാതെ എനിക്കിപ്പോൾ എന്ത് പറയാൻ പറ്റുക? ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുകയായിരുന്നു. കാരണം ഹനാൻ എൻ്റെ സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവരെൻ്റെ കൂട്ടുകാരിയല്ല. എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയാകില്ല. എന്തിനാണ് അടിസ്ഥാനമില്ലാതെയുള്ള ഞാൻ വെറുതെ എന്നെ ക്രൂശിക്കപ്പെടുന്നവർ പറയുകയാണ് ഞാൻ. വേറെ ചിലർ പറയുന്നത് സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ ഞാൻ വേറൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്നാണ്. സ്വന്തം വീട്ടിലെ കാര്യം അന്വേഷിക്കാതെ രേണുസുതി എന്ത് ചെയ്യുന്നു? എന്ത് നോക്കി നടക്കുന്നു? നാണവും മാനവുമില്ലേ? ഹനാൻ പറയുന്നത് 22-കാരനാണെന്ന്. എങ്കിൽ അവനെ ഒന്ന് കൊണ്ടുവരട്ടെ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകില്ലല്ലോ. ഞാൻ അബോർഷനായെങ്കിൽ പീഡനമായിരിക്കുമല്ലോ. ഇനി ഇതേക്കുറിച്ച് പറഞ്ഞാൽ നീയൊക്കെ ഉത്തരവാദികളെ കൊണ്ട് വായെന്നും രേണുസുതി പറഞ്ഞു.